Once again, all of you, welcome back to my YouTube channel. My name is Adra. So today we are going to continue the second chemistry chapter of CBSE class 8th students, and our chapter name is combustion and flame. In our previous class, we discussed up to that ignition temperature. Okay, so നമ്മുടെ പഴയ ക്ലാസ്സിൽ നമ്മൾ ignition temperature വരെയാണ് ഡിസ്കസ് ചെയ്ത് നിർത്തിയിരുന്നത്. അപ്പം ignition temperature means എന്തായിരുന്നു? The lowest temperature at which a substance catches fire is known as its ignition temperature. Okay, the lowest temperature at which a substance catches fire is called its ignition temperature. അപ്പം ഒരു വസ്തു ഫയർ ക്യാച്ച് ചെയ്യുന്ന ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറിനെ നമ്മൾ എന്താ പറയുന്നത്, ആ വസ്തുവിന്റെ ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പം ഇതുമായി റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. Why does the matchstick start burning on rubbing it on the side of the matchstick? Okay, why does the matchstick start burning on rubbing it on the side of the matchstick? അല്ലെങ്കിൽ മാച്ച് ബോക്സ്. നമ്മൾ എന്താണ്, ഒരു മാച്ച് സ്റ്റിക്ക് ആ മാച്ച് ബോക്സിന്റെ റബ്ബിംഗ് സർഫസിന് അഗൈൻസ്റ്റ് ആയിട്ട് നമ്മൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അത് ബേണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ, നോർമൽ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ ഒരു മാച്ച് സ്റ്റിക്ക് എന്തുകൊണ്ട് ഫയർ ക്യാച്ച് ചെയ്യുന്നില്ല? ഈ തരത്തിലൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതുമായി റിലേറ്റ് ചെയ്ത് അവിടെ ഒരു ബോക്സും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പം പണ്ട് കാലത്ത് ഈജിപ്തിലൊക്കെ പൈൻ വുഡ് സൾഫർ എന്ന് പറയുന്നതിൽ ഡിപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതായിരുന്നു അവിടുത്തെ മാച്ച് സ്റ്റിക്ക് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പം 5000 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തില് പൈൻ വുഡ് സൾഫർ ഡിപ്പ് ചെയ്തിട്ട് ആ സ്റ്റിക്കാണ് അവർ മാച്ച് സ്റ്റിക്ക് ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് മാച്ച് സ്റ്റിക്കിന്റെ സ്റ്റോറി നമ്മളൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ആ മാച്ച് സ്റ്റിക്കിന്റെ ഒരു കണ്ടീഷനിലേക്ക് എത്തിയിട്ട് ഏകദേശം ഒരു 200 വർഷമൊക്കെ ആകുന്നുള്ളൂ. ഇപ്പോഴത്തെ മാച്ച് സ്റ്റിക്കിനെ നമ്മൾ സേഫ്റ്റി മാച്ച് സ്റ്റിക്ക് എന്നാണ് പറയുന്നത്. അവിടെ വരെ എത്തുന്നതിന്റെ ഒരു സ്റ്റോറിയാണ് നമുക്ക് ആ ബോക്സിൽ തന്നിരിക്കുന്നത്. സ്റ്റോറി ഓഫ് മാച്ച് സ്റ്റിക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. അപ്പം ഈ സേഫ്റ്റി മാച്ച് സ്റ്റിക്കിൽ എത്തുന്നതിന് മുമ്പ് നമ്മുടെ ആ ഹെഡ് ഓഫ് ദ മാച്ച് സ്റ്റിക്ക് ഉണ്ടല്ലോ, ആ മാച്ച് സ്റ്റിക്കിന്റെ ഹെഡ് പോർഷനകത്ത് ഉണ്ടായിരുന്ന വസ്തുക്കളാണ് പൊട്ടാസ്യം ക്ലോറേറ്റ്, ആന്റിമണി ട്രൈസൾഫൈഡ്, വൈറ്റ് ഫോസ്ഫറസ്, ദെൻ സം സ്റ്റാർച്ച് ആൻഡ് ഗ്ലൂ. ഈ 5 വസ്തുക്കളായിരുന്നു ഹെഡ് ഓഫ് ദ മാച്ച് സ്റ്റിക്കിൽ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ആന്റിമണി ട്രൈസൾഫൈഡ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പൊട്ടാസ്യം ക്ലോറേറ്റ്. തേർഡ് വൈറ്റ് ഫോസ്ഫറസ്. ഫോർത്ത് സ്റ്റാർച്ച് ആൻഡ് സം ഗ്ലൂ. ഇത്രയുമാണ് ആ ഹെഡ് പോർഷനിൽ ഉണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ ഈ മാച്ച് സ്റ്റിക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കണ്ടെത്താൻ സാധിച്ചു, ഈ വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിക്കുന്നവർക്കും ഈ മാച്ച് സ്റ്റിക്ക് നിർമ്മിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, 2 പേർക്കും ഡേഞ്ചറസ് ആണ് അല്ലെങ്കിൽ ഹാംഫുൾ ആണ് എന്ന് കണ്ടെത്തിയതോടുകൂടി നമ്മൾ ഈ വൈറ്റ് ഫോസ്ഫറസിനെ അതിനകത്ത് അങ്ങ് എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു. കാരണം അത് നമ്മൾക്കും ഉപയോഗിക്കുന്നവർക്കും നിർമ്മിക്കുന്നവർക്കും ഒരുപോലെ ദോഷമാണെന്ന് അറിഞ്ഞത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അത് അതിൽ നിന്ന് റിമൂവ് ചെയ്തത്. ഇനി ആ മാച്ച് സ്റ്റിക്ക് നമ്മൾ ഈ റബ്ബിംഗ് സർഫസിന് എഗനിസ്റ്റ് ആയിട്ട് റബ്ബ് ചെയ്യുമ്പം ആ ഫ്രിക്ഷൻ മൂലമാണ് അത് എന്ത് ചെയ്യുന്നത്, അത് ഇഗ്നൈറ്റ് ആവുന്നത്, മീൻസ് അത് കത്തുന്നത്. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടെത്തി എന്താണ്, ഈ വൈറ്റ് ഫോസ്ഫറസ് നമുക്ക് ഹാംഫുൾ ആണ് എന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് നമ്മൾ സേഫ്റ്റി മാച്ച് സ്റ്റിക്കിലോട്ട് എത്തുന്നത്. അപ്പം ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മാച്ച് സ്റ്റിക്കിനകത്തെ ആ ഹെഡ് പോർഷൻ എന്ന് പറയുമ്പം 2 വസ്തുക്കൾ മാത്രമാണുള്ളത്. അത് പൊട്ടാസ്യം ക്ലോറേറ്റും ആന്റിമണി ട്രൈസൾഫൈഡും ആണുള്ളത് കേട്ടോ. അപ്പം പൊട്ടാസ്യം ക്ലോറൈഡും ആന്റിമണി ട്രൈസൾഫൈഡും ആണ് ആ ഹെഡ് പോർഷനിലുള്ളത്. ഇനി നമ്മൾ മാച്ച് സ്റ്റിക്കിന്റെ ആ ഒരു റബ്ബിംഗ് സർഫസ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ഗ്ലോ ഒക്കെ ഉണ്ട് അല്ലെ. അവിടെ ഉള്ളതെന്ന് വെച്ചാല് റെഡ് ഫോസ്ഫറസും പൗഡേർഡ് ഗ്ലാസും ആണുള്ളത്. പൗഡേർഡ് ഗ്ലാസും റെഡ് ഫോസ്ഫറസും ആണ് ആ റബ്ബിംഗ് സർഫസിലുള്ളത്. ഇനി നമ്മൾ ഈ മാച്ച് സ്റ്റിക്കിന്റെ ഹെഡ് പോർഷൻ ഈ റബ്ബിംഗ് സർഫസിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് റെഡ് ഫോസ്ഫറസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, വൈറ്റ് ഫോസ്ഫറസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും അത് പൊട്ടാസ്യം ക്ലോറൈറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത്, അത് അതിന്റെ ഇഗ്നീഷൻ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യുന്നത്. സോ നമ്മുടെ സേഫ്റ്റി മാച്ച് സ്റ്റിക്കിനകത്ത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മാച്ച് സ്റ്റിക്കിനകത്ത് എന്തൊക്കെയുണ്ടെന്നാ പറഞ്ഞത്, പൊട്ടാസ്യം ക്ലോറേറ്റും ആന്റിമണി ട്രൈസൾഫൈഡും ആണുള്ളത്. റബ്ബിംഗ് സർഫസിലുള്ളത് പൗഡേർഡ് ഗ്ലാസും റെഡ് ഫോസ്ഫറസും ആണുള്ളത്. ഇനി നമ്മൾ ആ മാച്ച് സ്റ്റിക്ക് റബ്ബിംഗ് സർഫസിന് എഗനിസ്റ്റ് ആയിട്ട് റബ്ബ് ചെയ്യുമ്പോൾ റെഡ് ഫോസ്ഫറസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം, that red phosphorus converted to white phosphorus. Red phosphorus converted to white phosphorus. Red phosphorus എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, വൈറ്റ് ഫോസ്ഫറസ് ആയിട്ട് കൺവേർട്ട് ചെയ്യേ. അപ്പൊ നമ്മൾ ആ
റെഡ് ഫോസ്ഫറസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? വൈറ്റ് ഫോസ്ഫറസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. റെഡ് ഫോസ്ഫറസ് കൺവേർട്ടഡ് ടു വൈറ്റ് ഫോസ്ഫറസ്. റെഡ് ഫോസ്ഫറസ് കൺവേർട്ടഡ് ടു വൈറ്റ് ഫോസ്ഫറസ് and reacts with potassium chlorate. ആ ഹെഡ് പോർഷനിൽ എന്തുണ്ട്? പൊട്ടാസ്യം ക്ലോറേറ്റ് ഉണ്ട്. അപ്പം റബ് ചെയ്യുന്ന സമയത്ത് റെഡ് ഫോസ്ഫറസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? വൈറ്റ് ഫോസ്ഫറസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ വൈറ്റ് ഫോസ്ഫറസ് പൊട്ടാസ്യം ക്ലോറേറ്റുമായിട്ട് എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. പൊട്ടാസ്യം ക്ലോറേറ്റുമായിട്ട് റിയാക്ട് ചെയ്യും. റിയാക്ട്സ് വിത്ത് പൊട്ടാസ്യം ക്ലോറേറ്റ് and produce enough temperature to ignite that antimony trisulfide. എന്നിട്ടാണ് ആന്റിമണി ട്രൈസൾഫൈഡ്, ആ ഹെഡ് പോർഷനിലുള്ള ആന്റിമണി ട്രൈസൾഫൈഡിന് ഇഗ്നൈറ്റ് ആവാൻ ആവശ്യമായ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു മാച്ച് സ്റ്റിക്ക് എന്ത് ചെയ്യുന്നത്? ബേണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സ്റ്റോറി ഓഫ് മാച്ച് സ്റ്റിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ എവിടെ നിന്നായിരുന്നു? ഈജിപ്തിൽ നിന്നാണ്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് പൈൻ വുഡ് സൾഫർ ഡിപ്പ് ചെയ്തിട്ടായിരുന്നു അവർ മാച്ച് സ്റ്റിക്ക് ആയിട്ട് യൂസ് ചെയ്തത്. എന്നാൽ മോഡേൺ മാച്ച് സ്റ്റിക്കിലോട്ട് നമ്മൾ എത്തിയിട്ട് ഏകദേശം 200 വർഷമേ ആകുന്നുള്ളൂ. ഈ സേഫ്റ്റി മാച്ച് സ്റ്റിക്കിൽ എത്തുന്നതിന് മുമ്പ് ഓക്കെ, അപ്പൊ നമ്മൾ ഈ സേഫ്റ്റി മാച്ച് സ്റ്റിക്കിൽ എത്തുന്നതിന് 200 വർഷ കാലഘട്ടമല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം സേഫ്റ്റി മാച്ച് സ്റ്റിക്കിൽ എത്തുന്നതിന് മുമ്പ് ഒരു മാച്ച് സ്റ്റിക്കിന്റെ ഹെഡ് പോർഷനിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ആന്റിമണി ട്രൈസൾഫൈഡ്, പൊട്ടാസ്യം ക്ലോറേറ്റ്, പിന്നെന്താണ്? വൈറ്റ് ഫോസ്ഫറസ്, അതിനോടൊപ്പം സ്റ്റാർച്ച്, ഗ്ലൂ. ഇത്രയും വസ്തുക്കളായിരുന്നു ആ ഹെഡ് പോർഷനിൽ, സേഫ്റ്റി മാച്ച് സ്റ്റിക്കിൽ എത്തുന്നതിന് മുമ്പുള്ള മാച്ച് സ്റ്റിക്കിന്റെ ഹെഡ് പോർഷനിൽ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ആ മാച്ച് സ്റ്റിക്ക് റബ്ബിംഗ് സർഫസിനെ എഗനിസ്റ്റ് ആയിട്ട് റബ്ബ് ചെയ്യുമ്പം എന്താണ്? വൈറ്റ് ഫോസ്ഫറസ് അതിന്റെ ഇഗ്നീഷൻ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യുകയും കമ്പഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ ഇഗ്നീഷൻ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യുന്നത് ആ ഒരു ഫ്രിക്ഷൻ മൂലം ആയിരുന്നു. പിന്നെ നമ്മൾ പ്രൂവ് ചെയ്തു ആ വൈറ്റ് ഫോസ്ഫറസ് എന്താണ്? ഡേഞ്ചറസ് ആണെന്ന് പ്രൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ആ വൈറ്റ് ഫോസ്ഫറസ് അതിൽ നിന്ന് റിമൂവ് ചെയ്ത് പിന്നാണ് നമ്മൾ സേഫ്റ്റി മാച്ച് സ്റ്റിക്കിലേക്ക് എത്തിച്ചേരുന്നത്. ഇപ്പൊ സേഫ്റ്റി മാച്ച് സ്റ്റിക്കിന്റെ ഹെഡ് പോർഷനിൽ 2 വസ്തുക്കൾ മാത്രമാണുള്ളത്, പൊട്ടാസ്യം ക്ലോറേറ്റും ആന്റിമണി ട്രൈസൾഫൈഡും. ഇനി ആ റബ്ബിംഗ് സർഫസിലുള്ളത് പൗഡേർഡ് ഗ്ലാസും എ ലിറ്റിൽ റെഡ് ഫോസ്ഫറസും. ഈ റെഡ് ഫോസ്ഫറസ് വൈറ്റ് ഫോസ്ഫറസിന്റെ അത്രയും ഹാർംഫുൾ അല്ല. ഇനി at that time we need to rub that matchstick against that rubbing surface. At that time red phosphorus converted to white phosphorus and immediately reacts with the potassium chlorate and produce enough temperature, means enough temperature for that antimony trisulfide to ignite. Okay, അങ്ങനെയാണ് matchstick എന്ത് ചെയ്യുന്നത്? ബേൺ ചെയ്യുന്നത്. അപ്പൊ നോർമലി ഒരു അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൽ വെച്ചാൽ മാച്ച്സ്റ്റിക് ബേൺ ചെയ്യാത്തത് അതിന്റെ ഇഗ്നിഷൻ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യാത്തത് മൂലം ആണ്. അപ്പം അതിനകത്ത് എന്തൊക്കെ വസ്തുക്കളുണ്ട്, എങ്ങനെയാണ് അത് ബേൺ ചെയ്യുന്നത്, കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. അപ്പം എന്തൊക്കെയാണ് ഒരു സേഫ്റ്റി മാച്ച്സ്റ്റിക്കിന്റെ ഹെഡ് പോർഷനിലുള്ളത്? സേഫ്റ്റി മാച്ച്സ്റ്റിക്കിന്റെ ഹെഡ് പോർഷനിൽ ആന്റിമണി ട്രൈസൾഫൈഡും പൊട്ടാസ്യം ക്ലോറേറ്റും മാത്രമാണുള്ളത്. അതിന്റെ റബ്ബിംഗ് സർഫസിലുള്ളതാണ് പൗഡേർഡ് ഗ്ലാസും റെഡ് ഫോസ്ഫറസും. What is the difference between red phosphorus and white phosphorus എന്ന് ചോദിച്ചാൽ red phosphorus is less harmful than white phosphorus. Okay, white ഫോസ്ഫറസിനേക്കാളും ഹാർംഫുൾ ആ ഒരു റേറ്റ് കുറവാണ് എന്ത്? റെഡ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. ഇനി എന്താ സംഭവിക്കുന്നത് ആ സമയത്ത്? ഇഫ് വി റബ് ദാറ്റ് മാച്ച്സ്റ്റിക് അഗൈൻസ്റ്റ് ദ റബ്ബിംഗ് സർഫസ്, അറ്റ് ദാറ്റ് ടൈം റെഡ് ഫോസ്ഫറസ് ഇമ്മീഡിയറ്റ്ലി കൺവേർട്ട് ടു വൈറ്റ് ഫോസ്ഫറസ് ആൻഡ് റിയാക്ട്സ് വിത്ത് പൊട്ടാസ്യം ക്ലോറൈഡ് ടു പ്രൊഡ്യൂസ് ഇനഫ് ടെമ്പറേച്ചർ ടു ഇഗ്നൈറ്റ് ദാറ്റ് ആന്റിമണി ട്രൈസൾഫൈഡ്. അപ്പം ഈ റബ്ബ് ചെയ്യുന്ന സമയത്ത് റെഡ് ഫോസ്ഫറസ്, ഈ റബ്ബിംഗ് സർഫസിലുള്ള റെഡ് ഫോസ്ഫറസ് കൺവേർട്ട് ചെയ്ത് എന്താകണം? വൈറ്റ് ഫോസ്ഫറസ് ആവുകയും ആ വൈറ്റ് ഫോസ്ഫറസ് പൊട്ടാസ്യം ക്ലോറേറ്റുമായിട്ട് റിയാക്ട് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ആ മാച്ച്സ്റ്റിക്കിന്റെ ഹെഡ് പോർഷനിലുള്ള ആന്റിമണി ട്രൈസൾഫൈഡിന് ഇഗ്നൈറ്റ് ആവാൻ അല്ലെങ്കിൽ ബേൺ ചെയ്യാൻ ആവശ്യമായ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു മാച്ച്സ്റ്റിക്ക് എന്ത് ചെയ്യുന്നത്? ബേൺ ചെയ്യുന്നത്. അപ്പം കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലേ? അപ്പം ക്ലിയർ ആയി എന്നുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യലേക്ക് നമുക്ക് അടുത്ത ക്ലാസ് വീണ്ടും കാണാം. താങ്ക് യു.